CPMന്റെ ഒരു ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളാകാൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ 2 പ്രധാനപ്പെട്ട IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒഴിച്ചാൽ ഇവരേതെങ്കിലും CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാണ്. ശ്രീ K. രാധാകൃഷ്ണൻ കൂടി ഉൾപ്പെട്ട ഈ ഗൂഢാലോചന കേരളത്തിൻ്റെ DGP നേരിട്ട് അന്വേഷിക്കണം. ഈ പ്രശ്നം ഒതുക്കി തീർക്കുക എന്നുള്ളത് അന്ന് മുതൽ അവർ നടത്തി വരുന്ന ശ്രമമാണ്. അവരുടെ ഗൂഢാലോചന കൃത്യമായി പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. അതേ തുടർന്നാണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഇതുപോലൊരു കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല കൈകാര്യം ചെയ്യപ്പെട്ടത്. അവരുടെ കാലത്ത് നടന്നാണിത്. UDFന്റെ കാലത്ത് UDF ഭരണത്തിൽ വ്യത്യസ്തമായ ഒരു ഭരണം ഈ കേരളത്തിൽ വന്നു എന്നതാണ്. നേരത്തെ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ അതിന് ധൈര്യം കാണിക്കുന്നെന്നുള്ളത് ഇവിടെ സമൂഹത്തിൽ വന്നൊരു മാറ്റത്തിന്റെ, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വന്ന മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്.